നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. രാജ്യത്ത് മങ്കി പോക്സ് സംശയം, ഒരാൾ നിരീക്ഷണത്തിൽ, സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. രോഗിയുടെ നില തൃപ്തികരമെന്നും ആശങ്കപ്പെടേണ്ടെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കൂടിക്കാഴ്ച വിവാദത്തിൽ അതൃപ്തി പരസ്യമാക്കി LDF കൺവീനർ. ആരെയാ കണ്ടുകൂടാത്? ഇനി അത് ചോദിക്കണം. അല്ല, ആഭ്യന്തര വകുപ്പ് അതൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് അതിൻ്റെ ഇടപെടേണ്ട കാര്യമില്ല. ഞങ്ങളെ കൂട്ടിക്കെട്ടണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. CPM-നെ കൂട്ടിക്കെട്ടണ്ട. പുഴുക്കുത്തുകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മുഹമ്മദ് റിയാസ്. അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി ദൂതുമായി പോയെന്ന് VD സതീശൻ. ADGP രാഹുൽ ഗാന്ധിയെയും കണ്ടുവെന്ന് K സുരേന്ദ്രൻ. അജിത് കുമാറിനെ സംരക്ഷിച്ച് സർക്കാർ. MR അജിത് കുമാറിനെതിരെ വീണ്ടും PV അൻവർ. MR അജിത് കുമാറിന്റെ ഒരു കറുത്ത കൈകള് ഇതിന്റെ പിന്നിൽ എനിക്ക് വിസിബിൾ ആവുന്നുണ്ട്. കടലിൽ വീണോൻ, വെള്ളത്തിൽ വീണോൻ, ആ വെള്ളത്തിൽ നിന്ന് ജീവൻ രക്ഷിക്കാൻ എല്ലാ വഴിയും നോക്കൂലേ? ആ വഴി തേടിക്കൊണ്ടാണ് ഇപ്പൊ ഈ 4 ദിവസം ലീവ് എടുത്തിരിക്കുന്നത്. അജിത് കുമാർ അവധിയിൽ പോയിരിക്കുന്നത് തെളിവുകൾ അട്ടിമറിക്കാൻ. മാമിയുടെ തിരോധാനത്തിൽ തെളിവുകൾ പോലീസിന് നൽകും. ഇനി രാഷ്ട്രീയ മറുപടി പറയില്ലെന്നും MLA. പൂരവിവാദം തീർന്നിട്ടില്ല. ആരോപണം കടുപ്പിച്ച് പ്രതിപക്ഷം. CPIM-നും BJP-ക്കുമെതിരെ വീണ്ടും VD സതീശൻ. പൂരം കലക്കി BJP-ക്ക് ജയിക്കേണ്ട കാര്യമില്ലെന്ന് K സുരേന്ദ്രൻ. വോട്ട് കിട്ടാൻ BJP എന്തും ചെയ്യുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. TP ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെടാൻ പാടില്ലായിരുന്നുവെന്ന് LDF കൺവീനർ. കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നുറപ്പുള്ളതുകൊണ്ടാണ് താൻ മാറി നിന്നത്. ഉത്തരവാദപ്പെട്ടവർ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ സഹായിക്കേണ്ടി വന്നുവെന്നും TP രാമകൃഷ്ണൻ ന്യൂസ് 18നോട്. തമിഴ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റി. നടി രോഹിണിയെ അധ്യക്ഷയാക്കി സമിതി. ഗുരുതര വെളിപ്പെടുത്തലുമായി സംവിധായിക സൗമ്യ സദാനന്ദൻ. നടിക്ക് പണം വാഗ്ദാനം ചെയ്ത് സെക്സ് ആവശ്യപ്പെട്ടു. എതിർത്തതിന് സിനിമയിൽ നിന്ന് വിലക്കിയെന്നും FB പോസ്റ്റ്. മോഡലിംഗിലും ലൈംഗിക ചൂഷണമെന്ന് രഞ്ജിനി ഹരിദാസ്. തനിക്ക് നഗ്ന ഫോട്ടോ അയച്ച പ്രമുഖ നടനുണ്ട് എന്നും രഞ്ജിനി ന്യൂസ് 18നോട്. വെള്ളം എടുക്കാനായിട്ട് ഇന്ന് രാവിലെ ഒരു 6 കിലോമീറ്ററോളം പോയിട്ടാണ് വെള്ളം എടുത്തിട്ട് വന്നത്. എവിടുന്നാണ് എടുത്തത്? എവിടുന്നാണ് കിട്ടുന്നത്? പാപ്പനംകോട് ഭാഗത്തുനിന്ന് ഒരു ബോർവെല്ലിന്റെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. അവിടെ പോയി അത്യാവശ്യം വെള്ളം എടുത്ത് വണ്ടിയിൽ കൊണ്ടുവന്നാണ് രാവിലെ ആവശ്യത്തിന് വീട്ടിലത്തേക്ക് ഉപയോഗിച്ചത്. പകരം ഞങ്ങൾ വേറെ അടുത്ത വീട്ടിലെ കിണറൊന്നും ഒക്കെ അടുത്ത് വെള്ളം കിട്ടുന്നിടത്ത് നിന്നൊക്കെ പോയി എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യും. കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടി തലസ്ഥാന ജില്ല. മന്ത്രി പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും പമ്പിംഗ് പുനരാരംഭിച്ചിട്ടില്ല. AK ശശീന്ദ്രനെതിരെ തുറന്നടിച്ച് തോമസ് K തോമസ്. മന്ത്രിസ്ഥാനം തനിക്ക് നൽകണമെന്നത് പാർട്ടി തീരുമാനം. AK ശശീന്ദ്രനല്ല പാർട്ടിയെന്നും MLA. തർക്കം മുന്നണിയിൽ എത്തിയിട്ടില്ലെന്ന് LDF കൺവീനർ. മലപ്പുറം പള്ളിപ്പുറത്ത് നിന്ന് യുവാവിനെ കാണാതായി. വിഷ്ണുജിത്തിനെ കാണാതായിട്ട് 3 ദിവസം. തിരോധാനത്തിൽ അറിയാവുന്ന സ്ഥലവും അവൻ വർക്ക് ചെയ്ത കമ്പനിയിലും പോകാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ കയറി നോക്കി. ഹോസ്പിറ്റലുകളിലെല്ലാം കയറി നോക്കി. 4 ദിവസമായിട്ട് ഒരു ഇതുമില്ല. തൃശൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം. നടൻ വിജയുടെ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം. തമിഴക വെട്രിക്കഴകം ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കെന്ന് താരം. എല്ലാവരും സമന്മാർ എന്ന തത്വത്തിൽ മുന്നോട്ടു പോകുമെന്നും ഇളയ ദളപതി. പാർട്ടിയുടെ ആദ്യ സമ്മേളനം പ്രഖ്യാപിക്കും.
ഗുരുവായൂർ അമ്പലനടയിൽ റെക്കോർഡ് വിവാഹം. ഇന്ന് നടന്നത് 356 വിവാഹങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. രാജ്യത്ത് എംപോക്സ് എന്ന സംശയത്തിൽ ഒരാൾ നിരീക്ഷണത്തിൽ. എംപോക്സ് ബാധ ബാധിച്ച രാജ്യത്ത് നിന്നുമാണ് ഇയാൾ ഇന്ത്യയിൽ എത്തിയത്. എംപോക്സിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. രോഗിയുടെ നിലവിൽ തൃപ്തികരമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുമാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. ADGP RSS നേതാവിനെ കണ്ടതിൽ അതൃപ്തി പരസ്യമാക്കി CPIM. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ സന്ദർശനം CPIMുമായി കൂട്ടിക്കെട്ടേണ്ട എന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഉദ്യോഗസ്ഥന്റെ സന്ദർശനം സർക്കാർ കാര്യമാണ്. CPIക്ക് മാത്രമല്ല തങ്ങൾക്കും ADGPയുടെ നീക്കത്തിൽ CPIMനും അതൃപ്തിയുണ്ട് എന്നും MV ഗോവിന്ദൻ കാസർഗോഡ് പറഞ്ഞു. ഞങ്ങൾക്ക് CPIനെ പറ്റി ഞാൻ പറഞ്ഞു ഇപ്പോൾ അത് തൃപ്തിയോടുകൂടിയാണ്. കേരളത്തിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഞാനിപ്പോൾ പറഞ്ഞത് തൃപ്തിയോടുകൂടിയാണോ എന്ന് വെറുതെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അർത്ഥം. കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ കണ്ടതിൽ CPIMന് ഒരു പ്രശ്നമില്ലേ? അല്ല, ഞാൻ ഇപ്പൊ ആരെയാ കണ്ടുകൂടാതെ ഇനി അത് ചോദിക്കണം. അല്ല, ആഭ്യന്തര വകുപ്പ് അതൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് അതിൻ്റെ ഇടപെടേണ്ട കാര്യമില്ല. ഞങ്ങളെ കൂട്ടിക്കെട്ടണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. CPIMനെ കൂട്ടിക്കെട്ടണ്ട. ഒരു ലിങ്കിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും പറയണ്ട. അതാണ് ഞാൻ അന്നും പറഞ്ഞത്. ഇപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാർത്ത ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ വാർത്തക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ക്ഷണിച്ചുകൊണ്ടിരിക്കും. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ പണിക്ക് നമ്മളില്ല കേട്ടോ. സേനാംഗങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന പുഴുക്കുത്തുകൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. തെറ്റ് ചെയ്തവരോട് സർക്കാർ കോംപ്രമൈസ് ചെയ്യില്ല. മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. അന്വേഷണം നല്ല നിലയിൽ മുന്നോട്ട് പോകും. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തവരെ കണ്ടെത്തിയാൽ ഒരു തരത്തിലും അവരെ കോംപ്രമൈസ് ചെയ്ത് നിർത്തില്ല. ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിക്കും. ഇതാണ് സർക്കാരിൻ്റെ സമീപനം. ഇത് മുഖ്യമന്ത്രി തന്നെ നേരത്തെ സൂചിപ്പിച്ചതാണ്. പൊതുവെ കേരളത്തിലെ പോലീസിന് നല്ല അംഗീകാരത്തോടുകൂടി ക്രമസമാധാനം ഇവിടെ ഭദ്രമാണ്. വർഗീയ കലാപങ്ങൾ ഇവിടെ ഇല്ല. വർഗീയ കലാപങ്ങളുടെ ലാഞ്ചന പോലും ഉണ്ടാവാത്ത നിലയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സൂചന കിട്ടിയാൽ ഉടനെ ചാടി വീണത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ പോലീസിലുണ്ട്. RSS CPIM ഡീൽ 100% ഉറപ്പാക്കിയ ശേഷമാണ് ADGPയുടെ കൂടിക്കാഴ്ചയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി ദൂതുമായി പോയി. ഇത് തന്നെയാണ് കൊടകര കുഴൽപ്പണക്കേസിലും നടന്നത് എന്ന് സതീശൻ പറഞ്ഞു. ഈ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്താണ് അദ്ദേഹത്തിന് വ്യക്തിപരമായി സന്ദർശിക്കാനുള്ള കാരണം? ഒരു കാരണമില്ല. വേറൊരു കാരണമില്ല. രാഷ്ട്രീയ ദൂതുമായിട്ടാണ് പോയത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതോടുകൂടി കേരളത്തിലെ CPIMന്റെയും BJPയുടെയും യഥാർത്ഥ മുഖം അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ജനങ്ങളുടെ മുമ്പിൽ. അവർ പരിഹാസ്യരായിട്ട് നിൽക്കുകയാണ്. ഇവർ പറയുന്ന മതേതരത്വം, CPIM പറയുന്ന മതേതരത്വത്തിന് ഒരു കാര്യമില്ല. ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന കാര്യത്തിൽ പുനർചിന്തനം വേണം എന്ന് ആവശ്യപ്പെട്ട ആളാണ് ഈ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല. മൈനോറിറ്റി റൈറ്റ്സ് പാടില്ല എന്ന് പറഞ്ഞ ആളാണ്. ആ ആളെ കാണാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ദൂതനായിട്ട് ഈ DGPയെ അവിടെ വിട്ടത്. ഇത് തന്നെയാണ് സുരേന്ദ്രന്റെ കുഴൽപ്പണ ഇടപാടിലും ചെയ്തത്. സുരേന്ദ്രൻ പ്രതിയല്ല, സുരേന്ദ്രൻ രക്ഷപ്പെടുത്തി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പുറഞ്ചൊറിഞ്ഞു കൊടുക്കുന്ന പരസ്പര സഹായ സഹകരണ സംഘമാണിവർ. ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ജനങ്ങളുടെ മുമ്പിലാണ് ഇവർ പരിഹാസ്യരായിട്ട് ഇവിടെ നിൽക്കുന്നത്. ADGP സ്വകാര്യമായി RSS നേതാക്കളെ കണ്ടത് ഗൗരവതരമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ്. LDFും BJPയും ജനങ്ങളെ പറ്റിക്കുകയാണ് എന്നും മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും PK കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു. എല്ലാവരെയും എല്ലാ കാലത്തും ഒരുപോലെ പറ്റിക്കാനാവില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരെ ലോ ആൻഡ് ഓർഡർ ADGP പോയി ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയല്ലല്ലോ. അവരെ കാർ കയറി പോയി സ്വകാര്യമായിട്ട് കണ്ടു എന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ഇതിൽ ഒരു മറുപടി കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യം തന്നെ ഉണ്ട്. ഒരു സംശയവും ആ കാര്യത്തില്ല. കാരണം ബഹുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം
ഇതവരെ ബാധിക്കുന്ന പ്രശ്നമാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കേട്ടുകേൾവിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് ഒരു പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നത് അതാണ് നല്ലത്. എല്ലാവരെയും ഒരേ സമയം പറ്റിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷ പ്രശ്നങ്ങളിലും ബഹുഭൂരിപക്ഷം വരുന്ന മതവിശ്വാസികളുടെ പ്രശ്നങ്ങളിലും ഒക്കെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വാർത്തകൾ എല്ലാവരെയും വഞ്ചിച്ച് എല്ലാവരെയും പറ്റിച്ച് ഇടതുമുന്നണിയും അതേപോലെ തന്നെ BJPയും ഒരുപോലെ പോകുന്നു എന്നുള്ളതാണ് മതേതര സമൂഹത്തിന് ഞെട്ടലുണ്ടാക്കുന്ന വിഷയമാണ്. RSS നേതാക്കളെ കണ്ട ADGP രാഹുൽ ഗാന്ധിയെയും കണ്ടിട്ടുണ്ടല്ലോ എന്ന് K. സുരേന്ദ്രൻ. പരസ്യമായിട്ടാണോ ADGP രാഹുൽ ഗാന്ധിയെയും കുഞ്ഞാലിക്കുട്ടിയെയും കണ്ടത് എന്നും CPIMന്റെ എന്ത് സന്ദേശം നൽകാനാണ് ADGP RSS നേതാക്കളെ കണ്ടത് എന്ന് സതീശൻ വിശദീകരിക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. 2 ശരീരം എങ്കിലും പിണറായിയും VD സതീശനും ഒരു മനസ്സാണ് എന്നും സുരേന്ദ്രൻ പറഞ്ഞു. VD സതീശൻ പിണറായി വിജയന്റെ ഏജന്റാണ്. പിണറായി വിജയന്റെ B ടീമാണ്. പിണറായി വിജയനെ സഹായിക്കുന്ന ആളാണ് VD സതീശൻ. VD സതീശനും പിണറായി വിജയനും 2 ശരീരമാണെങ്കിലും ഒരു മനസ്സാണ്. ADGP 2023 കണ്ടത്. നിങ്ങൾ പറയുന്നത് അതല്ലേ? ഞാൻ ചോദിക്കുന്നത് ADGP 2024 ഏപ്രിലാണോ RSS നേതാവിനെ കണ്ടത്? നിങ്ങൾ അതിന് ആദ്യം ഉത്തരം പറയും. ഇത്രയും ദിവസം നമ്മൾ ആഘോഷിച്ചത് എന്താണ്? പൂരം കലക്കാൻ ADGPയും RSS നേതാവും തമ്മിൽ ചർച്ച നടത്തിയെന്നല്ലേ? 2023 2024 ADGP RSSനെ കണ്ടത്? ഈ ADGPക്ക് കുഞ്ഞാലിക്കുട്ടിയുമായിട്ടും കോൺഗ്രസിലെ എല്ലാ നേതാക്കളുമായിട്ടും അടുത്ത ബന്ധമാണ്. നിങ്ങൾ എന്താണ് അത് ചർച്ച ചെയ്യാത്തത്? ഈ ADGP രാഹുൽ ഗാന്ധിയെയും കണ്ടിട്ടുണ്ട്. ഈ ADGP കുഞ്ഞാലിക്കുട്ടിയെയും കണ്ടിട്ടുണ്ട്. ഈ ADGP VD സതീശന്റെ വളരെ അടുത്ത ആളാണ്. എന്താ നിങ്ങൾ അത് ചർച്ച ചെയ്യാത്തത്? അതപ്പോ ഒരാൾ ADGP ഒരാളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അത് പൂരം കലക്കാനാണ് എന്ന് പറയാൻ എന്ത് വിഡ്ഢിത്തമാണ് സതീശൻ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. MR അജിത് കുമാറിനെതിരെ വീണ്ടും PV അൻവർ. നൊട്ടോറിയസ് ക്രിമിനൽ ആണ് അജിത് കുമാർ. തെളിവുകൾ അട്ടിമറിക്കാനാണ് അജിത് കുമാർ അവധിയിൽ പോയിരിക്കുന്നത്. മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട തെളിവുകൾ വീണ്ടും പോലീസിന് നൽകുമെന്നും PV അൻവർ പറഞ്ഞു. താൻ ഇനി രാഷ്ട്രീയ മറുപടി പറയില്ല എന്നും PV അൻവർ പ്രതികരിച്ചു. ആരോപണം ഉന്നയിച്ചതല്ല. മാമിയുടെ തിരോധാനം ഒരു സത്യമാണല്ലോ. ആ സത്യത്തിന് പിറകിൽ ചില ഗൂഢനീക്കങ്ങളുണ്ടോ എന്നതാണ് ഞാൻ സംശയം പ്രകടിപ്പിച്ചത്. SIT രൂപീകരിച്ചുകൊണ്ട് മുമ്പുണ്ടായിരുന്ന ഇവർക്ക് സംശയമുള്ള ഓഫീസർമാരടക്കമുള്ള അന്വേഷണത്തിൽ സത്യസന്ധമായി പോകുന്നില്ല എന്നുള്ള അവരുടെ സന്ദേഹമുള്ള ഓഫീസർമാരുൾപ്പെടെ പേരിന് വേറെ ഒരു 3-4 പേരെ കൂടെ ചേർത്തിക്കൊണ്ടുള്ള ഒരു SIT ടീമിനെ നിയോഗിച്ചതായിട്ടാണ് ഈ പറയുന്ന ADGP അജിത് കുമാറിന്റെ ഓർഡർ വന്നത്. അത് ഇവരെ സംബന്ധിച്ച് വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ആ വിവരം എന്നെ ധരിപ്പിച്ചു. ഈ വളരെ സീരിയസ് ആയിട്ടുള്ള മാമി കേസ് അടക്കമുള്ള കേസുകൾ മൊത്തത്തിൽ ഇതൊരു ഇന്റർലിങ്ക്ഡ് ആയിട്ട് ഈ പറയുന്ന അജിത് കുമാറിന്റെ ADGP അജിത് കുമാറിന്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഇൻവോൾവ്മെന്റ് ഈ കേസിലുമുണ്ട് എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. CBI വന്നുകൊണ്ട് ഈ കേസ് തെളിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അത് CBI ഞാൻ തള്ളിപ്പറയുകയല്ല. ഈ പറയുന്ന ADGP അജിത് കുമാറിനും സംഘത്തിനുമൊക്കെ വ്യക്തിപരമായ പല ബന്ധങ്ങളും ഇത്തരം മേഖലകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങ് ആ ലെവലിലുള്ള, കാരണം അത്രയും ക്രിമിനൽ മൈൻഡുള്ള ആളുകളാണ് ഇപ്പുറത്തുള്ളത് എന്നതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച്, മാമിയുടെ കുടുംബത്തിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ വിശ്വാസം അർപ്പിച്ച് ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾക്ക് ഒരു മാസം കഴിയുമ്പോൾ അറിയാലോ. അതുവരെ വെയിറ്റ് ചെയ്യണമെന്ന് എന്റെ അഭിപ്രായം. MR അജിത് കുമാറിന്റെ ഒരു കറുത്ത കൈകൾ ഇതിന്റെ പിന്നിൽ എനിക്ക് വിസിബിൾ ആവുന്നുണ്ട്. അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അന്വേഷണത്തിന് അതിന് ഉതകുന്ന തെളിവുകളുണ്ട്. അത് അന്വേഷണത്തിലെ വെളിവാക്കപ്പെടുള്ളൂ. അദ്ദേഹം ഇൻവോൾവ് ചെയ്ത എല്ലാ കേസിലെയും തെളിവ് നശിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കൂലേ? സ്വാഭാവികമല്ലേ? അദ്ദേഹത്തിന് ഇപ്പൊ ഇങ്ങനെ കാണാലോ, ഈ പോകുന്ന രീതിയിൽ അന്വേഷണങ്ങൾ പോയി സത്യസന്ധമായി അന്വേഷണം നടത്തി കഴിഞ്ഞാൽ കാരാഗ്രഹത്തിന്റെ അപ്പുറത്ത് വേറൊന്നുമില്ല എന്നുള്ളത് സ്വാഭാവികമല്ലേ? അപ്പോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കടലിൽ വീണോൻ വെള്ളത്തിൽ വീണോൻ ആ വെള്ളത്തിൽ നിന്ന് ജീവൻ രക്ഷിക്കാൻ എല്ലാ വഴിയും നോക്കൂലേ? ആ വഴി തേടിക്കൊണ്ടാണ് ഇപ്പൊ ഈ 4 ദിവസം ലീവ് എടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി നിക്ഷിപ്ത താൽപര്യ സംരക്ഷണത്തിനായി ADGP വഴി RSS നേതൃത്വത്തെ പലപ്പോഴായി ബന്ധപ്പെട്ടത് രാഷ്ട്രീയ വഞ്ചന എന്ന് VM സുധീരൻ.
പാർട്ടിയെയും അണികളെയും വഞ്ചിച്ച മുഖ്യമന്ത്രി ഭാവിയിൽ അറിയപ്പെടുന്നത് സ്വതന്ത്ര ഭാരതം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വഞ്ചകൻ ആയിട്ടാകും. പിണറായി വിജയന് നിയമപരമായും രാഷ്ട്രീയമായും ധാർമ്മികമായും അധികാരത്തിൽ തുടരാൻ അർഹതയില്ല. രാഷ്ട്രീയ മര്യാദ അവശേഷിക്കുന്നുവെങ്കിൽ രാജിവെച്ച് ഒഴിയുകയാണ് വേണ്ടതെന്നും VM സുധീരൻ ആവശ്യപ്പെട്ടു. ADGP MR അജിത് കുമാറിനെതിരായ നടപടിയുടെ കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി DGPയെ കണ്ടതോടെ നടപടി ഉടൻ എന്ന സൂചനകൾ വന്നുവെങ്കിലും ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. RSS നേതാക്കളുമായുള്ള അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയിൽ CPIക്ക് കടുത്ത അതൃപ്തിയാണുള്ളത്. വിഷയത്തിൽ CPIM-നുള്ളിലും അതൃപ്തി പുകയുന്നുണ്ട്. പ്രതിപക്ഷവും നിലപാട് കടുപ്പിക്കുന്നതിനാൽ സർക്കാർ പ്രതിരോധത്തിലാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ ഭരണപക്ഷി MLA ആയ PV അൻവർ തുടക്കമിട്ട വിവാദങ്ങളാണ് പിന്നീട് പ്രതിപക്ഷ നേതാവ് ഏറ്റുപിടിച്ചത്. RSS ജനറൽ സെക്രട്ടറിയുമായി അദ്ദേഹം രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്നായിരുന്നു വിമർശനം. ഇത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് ഈ കൂടിക്കാഴ്ച നടത്തിയതെന്നുകൂടി പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായർ ഉൾപ്പെടെയുള്ള മറ്റ് സഹപ്രതികളെയും ഇവിടെ നിന്ന് ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M ശിവശങ്കറിന് വഴി പറഞ്ഞു കൊടുത്തത്, അല്ലെങ്കിൽ കൃത്യമായി ബംഗളൂരുവിലേക്ക് സുരക്ഷിതമായി എത്തുന്നതിനുള്ള റൂട്ട് പറഞ്ഞു കൊടുത്തത് ക്രമസമാധാന ചുമതലയുള്ള നിലവിലെ ADGP MR അജിത് കുമാർ ആയിരുന്നുവെന്ന വിവരങ്ങൾ കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുമായി നിർണായകമായ കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തതായാണ് വിവരം. എന്തായാലും MR അജിത് കുമാറിനെതിരായ വിമർശനങ്ങളും ആരോപണങ്ങളും ഒരു വശത്ത് ചൂടുപിടിക്കുമ്പോൾ ഇനിയങ്ങ് മൗനം തുടരാൻ ആവാത്ത സ്ഥിതിയിലാണ് ആഭ്യന്തര വകുപ്പ്. സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. നിലവിൽ ഉയർന്നിരിക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ MR അജിത് കുമാറിനെതിരെ തിടുക്കത്തിൽ ഒരു നടപടിയെടുക്കാൻ വൈകിയതെന്ത് എന്ന വിമർശനം മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ വിവിധ കക്ഷികൾ ഉന്നയിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ആ പശ്ചാത്തലത്തിലായിരുന്നു നിർണായകമായ കൂടിക്കാഴ്ച. സ്വാഭാവികമായി അതിനിടയിലാണ് 4 ദിവസം MR അജിത് കുമാർ അവധിക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത്. അതിന് കാരണം വ്യക്തിപരമാണ് എന്ന് പറയുമ്പോഴും ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങളുമായി അതിന് ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ ഇനി സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന തരത്തിലുള്ള പ്രചാരണവുമായി പ്രതിപക്ഷം ശക്തമായി രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. EP ജയരാജന് പരോക്ഷ വിമർശനവുമായി ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. BJP നേതാവിനെ കാണേണ്ടി വരുന്ന അവസ്ഥ തനിക്കാണ് ഉണ്ടായതെങ്കിൽ ആദ്യം പാർട്ടി സെക്രട്ടറിയെ അറിയിക്കുമായിരുന്നുവെന്ന് TP പറഞ്ഞു. EP ജയരാജനെതിരെ എടുത്തത് അച്ചടക്ക നടപടിയല്ല, EP കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടരുമെന്ന് TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. സഖാവ് ജയരാജൻ ഇപ്പോഴും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഞങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സഖാവാണ്. അദ്ദേഹം ആ ചുമതലയിൽ തുടരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജാവദേക്കർ അങ്ങനെയാണ് ഇങ്ങനെ വീട്ടിൽ വന്ന് കണ്ടെങ്കിൽ അങ്ങ് രഹസ്യമാക്കി വെക്കുമോ, പാർട്ടി അറിയിക്കും, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ? ജാവദേക്കർ എന്ന് മാത്രമല്ല, എന്നെ അങ്ങനെ സാധാരണ നിലയിൽ ആരും കാണാനൊന്നും വരാറില്ല. ചിലപ്പോൾ വന്ന് കണ്ടുകൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത വരാനുള്ള സാധ്യത കൂടും. എന്നെ കണ്ടാൽ പിന്നെ ആർക്കും വരാമല്ലോ, ആർക്കും വന്ന് കാണാനും സംസാരിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതിനൊന്നും നമുക്ക് തടയാനൊന്നും പറ്റില്ല. പറ്റാത്ത ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയെ വിളിച്ച് പറയും, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അല്ലെ ഇന്നൊരാൾ വന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു രീതി. ആ രീതി എല്ലാവരും തുറന്നൊന്നുമില്ല. എൻ്റെ രീതി അതാണ്. ആ രീതിക്കനുസരിച്ചുള്ള സമീപനമാണ് ഞാൻ എടുക്കുന്നത്. അത് പറയാത്തതാണ് EP ജയരാജന് പറ്റിയ വീഴ്ച. അന്ന് ഞാൻ പറയാം, ജാവദേക്കറെ കണ്ടത് ഒരു പ്രശ്നമായിട്ട് ഇപ്പം പാർട്ടിയുടെ മുമ്പിലില്ല. അത് അന്നത്തെ വിഷയങ്ങൾ പറഞ്ഞ് അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല അദ്ദേഹത്തെ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. ഇതൊരു പാർട്ടി സംഘടനാപരമായ തീരുമാനത്തിൻ്റെ ഭാഗമാണ്, ഒരു പ്രവർത്തനങ്ങളുടെ ഒരു ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് നിൽക്കുക എന്നുള്ളതാണ്. അദ്ദേഹം പാർട്ടി തീരുമാനം അംഗീകരിച്ചിട്ട് തന്നെയാണ് നിലപാടെടുക്കുന്നത്. തൃശൂർ പൂര ദിവസം കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ ADGP തൃശൂരിലുണ്ടായിട്ടും ഒരു ഫോൺ കോൾ ചെയ്ത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിശ്വാസം, ആചാരം എന്നിവ പഠിപ്പിക്കുന്ന BJP ഹിന്ദുക്കളെ കബളിപ്പിക്കുകയാണ്. പൂരം കലക്കി പിണറായി വിജയൻ എന്ന് ആവർത്തിച്ചു വിളിക്കുന്നുവെന്നും സതീശൻ പറഞ്ഞു. പൂരം കലക്കിയ കാര്യമായിട്ട് പറഞ്ഞത് ഗവൺമെന്റും പാർട്ടി എല്ലാം പ്രതിരോധത്തിൽ ആയി പറഞ്ഞത് ഈ കമ്മീഷണറാണ് കുഴപ്പമുണ്ടാക്കിയത്.
കമ്മീഷണർ അഴിഞ്ഞാടി. അവിടെ കമ്മീഷണറെ ഞങ്ങൾ നീക്കിയെന്നാ പറഞ്ഞത്. ഈ കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ ഈ ADGP തൃശ്ശൂർ പട്ടണത്തിലുണ്ട്. അയാളല്ലേ ഏറ്റവും വലിയ ഉന്നത ഉദ്യോഗസ്ഥൻ, പോലീസ് ഹൈറാർക്കിയിലെ ഏറ്റവും വലിയ ആള്. ഇത്രയും കുഴപ്പമൊന്നും പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പോകണ്ടേ? അല്ലെങ്കിൽ ഒരു ഫോൺ വിളിച്ച് എന്താണോ താൻ ചെയ്യുന്നതെന്ന് കമ്മീഷണറോട് ചോദിക്കണ്ടേ? ചെയ്തില്ല. കാരണം പൂരം കലക്കാന്നുള്ളത് CPM-ന്റെയും BJP-യുടെയും പോലീസിന്റെ CPM-ന്റെയും BJP-യുടെയും പ്ലാനായിരുന്നു. അത് പോലീസ് വഴി നടപ്പാക്കി. അതുകൊണ്ടാണ് ഞാൻ BJP-ക്കാരോട് ചോദിച്ചത്, എന്താ വിശ്വാസം, ആചാരം, ഹിന്ദു എന്നൊക്കെ പറയുന്ന ആളുകൾ ഉത്സവം കലക്കാൻ വേണ്ടി കൂട്ടുനിന്നിരിക്കുകയാണ്, ജയിക്കാൻ വേണ്ടിയിട്ട്. ഇവരൊക്കെയാണ് ഹിന്ദുക്കളെ കബളിപ്പിക്കുകയല്ലേ ഇവര്? ഹിന്ദുക്കളെ കബളിപ്പിക്കുകയാണ് ഇവര്. ഉത്സവം കലക്കാൻ, പൂരം എന്ന് പറഞ്ഞ ഉത്സവം എത്ര അമ്പലങ്ങളിലെ ഉത്സവമാണ്, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ വൈകാരികമായൊരു കാര്യമാണ്. അത് കലക്കാൻ കൂട്ടുന്ന ആളുകളാണ് ഇപ്പൊ പറയാണ്. നമ്മളെ ക്ലാസ് എടുക്കുകയാണ് വിശ്വാസത്തെക്കുറിച്ച്, ആചാരത്തെക്കുറിച്ച്. ഇവരുടെയൊക്കെ, അതാണ് ഞാൻ പറയുന്നത്, ഇവരുടെയൊക്കെ തനി നിറം വെളിവായി. തൃശൂരിൽ BJP-ക്കുണ്ടായ വിജയം പൂരം കലക്കി നേടിയത് എന്ന് PK കുഞ്ഞാലിക്കുട്ടി. പൂരം കലക്കുക എന്നാൽ വിശ്വാസികളെ അപമാനിക്കലാണ്. വോട്ട് കിട്ടാൻ അതിനും മടിക്കില്ല എന്നതാണ് തൃശൂരിൽ കണ്ടത് എന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പൂരം നമുക്കറിയാം, കേരളത്തിന്റെ അഭിമാനമാണ്. അതുപോലെ തന്നെ ഇപ്പോ തൃശൂർ പൂരം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ അന്തർദേശീയ തലത്തിലുള്ള ഒരു സംഗതിയാണ്. അതൊക്കെ ഇങ്ങനെ ഒരു കലക്കലിന് വിധേയമായി എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഇവരെല്ലാവരെയും പറ്റിക്കുകയാണ്. ന്യൂനപക്ഷങ്ങളും ഇടതുപക്ഷവും BJP-യും എല്ലാവരെയും പറ്റിക്കുകയാണ്. ഇപ്പോൾ മൈനോറിറ്റി പ്രോബ്ലംസിൽ അവർ ചാമ്പ്യന്മാരായി നിൽക്കും. അതുപോലെ തന്നെ വിശ്വാസികളുടെ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ അവരുടെ കുത്തകയാണ്, BJP-യുടെ കുത്തകയാണ് എന്ന് പറയും. പൂരം കലക്കുക പറഞ്ഞാൽ അത് വിശ്വാസികളെ അപമാനിക്കലല്ലേ? അപ്പോൾ വിശ്വാസികളെ ആയ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ അപമാനിച്ച് നേടിയതാണ്. ആ വോട്ട് കിട്ടാൻ വേണ്ടി അതും ചെയ്യും. പൂരം ഒരു പവിത്രമായ സംഗതിയായിട്ടാണ് കാണുന്നത്. അതും കലക്കാനും മടിയില്ല. അതുപോലെ തന്നെ ഒഫീഷ്യൽ സംവിധാനം ദുരുപയോഗപ്പെടുത്തി ഇങ്ങനെ ഒരു കൃത്രിമ വിജയം അവിടെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചന നടന്നു എന്ന് പറയുന്നത് പൊതുജനം, ബഹുജനം അതിന്റെ നിജസ്ഥിതി അറിഞ്ഞേ പറ്റുള്ളൂ. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം പൂരം കലക്കി നേടിയതല്ല എന്ന് K. സുരേന്ദ്രൻ. പൂരം കലക്കിയാൽ മുസ്ലിങ്ങളും ക്രൈസ്തവരും BJP-ക്ക് വോട്ട് ചെയ്യുമോ എന്നും പ്രതിപക്ഷത്തിന് ആശയ പാപ്പരത്വം ആണ്, അതുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നും സുരേന്ദ്രൻ പറഞ്ഞു. സുരേഷ് ഗോപി ജയിച്ചത് പൂരം കലക്കിയത് കൊണ്ടൊന്നുമല്ല. ഒല്ലൂരിലെ ക്രൈസ്തവ കേന്ദ്രങ്ങളിലെല്ലാം സുരേഷ് ഗോപിയാണ് ലീഡ് ചെയ്തത്. ചാവക്കാട്ടും ഗുരുവായൂരിലും മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ സുരേഷ് ഗോപിക്ക് നല്ല നിലയിൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് മതന്യൂനപക്ഷങ്ങളുടെ വോട്ടും തൃശൂരിൽ കിട്ടിയിട്ടുണ്ട്. പൂരം കലക്കിയാൽ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യോ? പൂരം കലക്കിയാൽ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യോ? എന്ത് പച്ചക്കള്ളമാണ് VD സതീശൻ പറയുന്നത്? ഇടവേള. PV അൻവർ MLA മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അവിടെ സ്റ്റേഷനിൽ വന്ന് സ്വാഭാവികമായും ഇത് അറിയേണ്ട ഒരാള് ഇത് രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നത് ഈ സ്റ്റേഷന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ആ SHOയെ വിളിച്ചു, അദ്ദേഹം ഇവിടെ ഇല്ല. പിന്നെ റൈറ്ററോടാണ് ചോദിക്കാൻ സാധിക്കുക. ഞാനിപ്പോൾ കണ്ട പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് അവർ 3-4 മാസം, ഒരു 6 മാസത്തിനുള്ളിൽ ഇവിടെ വന്നവരാണെന്നാണ്. അവർക്കറിയില്ല. അപ്പോൾ റൈറ്ററെ വിളിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോഴും എയർപോർട്ടിൽ കേസ് നോക്കാൻ പോയിരിക്കണം. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇപ്പോഴും വിട്ടിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പം ഏറ്റവും ആകർഷണ കേന്ദ്രം എയർപോർട്ടായിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. സുജിത് ദാസ് ഈ കാന്ത ഉണ്ടല്ലോ, എന്താ പറയുക, ആ മാഗ്നറ്റിക് പവർ ഇപ്പോഴും ഇവിടുന്ന് ഒഴിവായിട്ടില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായി പറയപ്പെടുന്നത് വലിയ പണപ്പിരിവ് നടത്തിയിരിക്കുകയാണ്. എന്താണ്? കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ഒരു കെട്ടിടം കൂടി നിർമ്മിക്കണം. പോലീസുകാർ ഭയങ്കര പ്രയാസത്തിലാണ്. അതുകൊണ്ട് ഞാനതിന് മുൻകൈ എടുത്തിരിക്കുകയാണ്. സർക്കാരിന് ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയാണ്, എല്ലാവർക്കും അറിയാലോ. 5 പൈസ കേന്ദ്രം തരുന്നില്ല. 1,20,000 കോടി രൂപ കേന്ദ്രം തരാനുണ്ടെന്നറിയാം. ശമ്പളം കൊടുക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്നു. ഇടക്കാലത്ത് പെൻഷൻ നിന്നുപോയി. ഇങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ 1.5 വർഷമായല്ലോ. അപ്പോൾ സർക്കാരിനെ സഹായിക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു അദ്ദേഹം.
ഒരു സ്റ്റേഷനിൽ ഒതുങ്ങിയതുകൊണ്ട് മലപ്പുറം ജില്ലയിലെയും തൊട്ടടുത്ത കോഴിക്കോട് ജില്ലയിലെയും കോറി വ്യവസായികളൊക്കെ തൽക്കാലം രക്ഷപ്പെട്ടു. അദ്ദേഹം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇങ്ങനെ സപ്പോർട്ടിംഗ് കെട്ടിടങ്ങൾ കെട്ടാതിരുന്നത് ഈ നാടിന്റെ ഭാഗ്യമായി കാണുന്നു ഞാൻ. അപ്പോൾ ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഒരു SP വിളിക്കുകയാണ് ഒരു കോറി ഉടമയെ, എങ്ങനെ ഒരു കോട്ടക്കൽ ഒരു പോലീസ് സ്റ്റേഷന് ഒരു സപ്പോർട്ടിംഗ് ബിൽഡിംഗ് കെട്ടുന്നുണ്ട്, നിങ്ങൾ ഇത്ര ലക്ഷം രൂപ സഹായിക്കണം, നൽകണം. സഹായിക്കണം എന്നില്ല വാക്കൊന്നും അദ്ദേഹത്തിന് വരില്ല. പിന്നെ ഇവിടുത്തെ ഈ പറയുന്ന ഒന്നും അറിയാത്ത സാധാരണക്കാരായ കോട്ടക്കൽ നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ തന്നെ വലിയൊരു കൊമേഴ്സ്യൽ സിറ്റിയായി മാറിയിരിക്കുക. ഒരുപാട് വ്യാപാര സമുച്ചയങ്ങളുണ്ട്. ഈ പരിസര പ്രദേശത്തെ വ്യാപാരികളോട് ഈ നാട് നീളെ കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തത് പോക്കറ്റിലാക്കാൻ ഉണ്ടാക്കിയ മറ്റൊരു പദ്ധതിയാണ് ഈ കാണുന്ന ഈ 2 മുറി ബിൽഡിംഗ്. അപ്പോൾ ഈ വിഷയം ഇന്നലെ ബഹുമാനപ്പെട്ട DIG മലപ്പുറത്ത് നടത്തിയ മൊഴിയെടുപ്പിൽ ഈ വിഷയം പ്രത്യേകമായി തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു വൻ അഴിമതി പണമുണ്ടാക്കാനായിട്ട് SP-യുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. എൻ്റെ അന്വേഷണത്തിൽ ആ തരത്തിലുള്ള സർക്കാരിൻ്റെ ഒരു ഫണ്ടോ പെർമിറ്റോ ഒന്നുമില്ല. അപ്പോൾ ആ ബോർഡ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഒരു ഫലകം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് സൂചനയാണ്. സാധാരണ സർക്കാരിൻ്റെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പെർമിഷന് എങ്ങനെ ഫണ്ട് വന്നു, എത്ര രൂപ ചെലവഴിച്ചു, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇനി പൊതുവിൽ പിരിച്ചെടുത്തതാണെങ്കിൽ അത് പ്രത്യേകം ആ ഫലകത്തിൽ എഴുതണം, അത് പ്രദർശിപ്പിക്കണം, ആ പണം തന്ന ആളുകളുടെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്തണം. ഒന്നുമില്ല. അതായത് കഴിഞ്ഞ 3 ചില്ലാന വർഷക്കാലം ADGP അജിത് കുമാറിന്റെ ശിക്ഷനായി ഈ കൊള്ളക്കും കൊലക്കും ഈ തട്ടിപ്പിനും ഈ കള്ളക്കടത്തിനും ഒക്കെ കൂട്ടുനിന്ന് അതിന്റെ ഒരു നേർക്കാഴ്ചയായി അതിന്റെ ഒരു സ്മാരകമായി ഒരു കെട്ടിടം കോട്ടക്കൽ അങ്ങാടിയിൽ പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് നിലനിൽക്കുകയാണ്. ഇതാണ് വെള്ളരിക്ക പട്ടണം എന്ന് പറയുന്നത്. ഇവരെന്താ മനസ്സിലാക്കിയത്? ഇത് ആരും ഒന്നും കാണില്ല. ലോകം അവസാനിക്കുന്നവരെ ADGP അജിത് കുമാർ, ഇവിടുത്തെ ADGPയും സുജിത് ദാസ്, അദ്ദേഹം റിട്ടയർ ചെയ്യുന്നവരെ ഇവിടെ SP-യും അതിന്റെ മോളെ എന്നോട് പറഞ്ഞതുപോലെ MLA-യുടെ വിനീത വിധേയനായി 25 വർഷം സേവനം ചെയ്ത് നിങ്ങളെ സഹായിക്കാൻ ഞാനുണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. അതൊക്കെയാണ് ഇതിന്റെ സാക്ഷ്യപത്രം. ആ പറഞ്ഞതിന്റെ ബാക്കി പത്രമാണ്. എന്തുകൊണ്ട് പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണത്തിന്റെ വിവരങ്ങൾ ഇവിടെ ബോധ്യപ്പെടുത്തിയില്ല? ഇതൊരു വില്ലേജ് ഓഫീസിലോ ഒരു പഞ്ചായത്ത് ഓഫീസിലോ ഒരു സർക്കാർ ആശുപത്രിയുടെ മുറ്റത്തോ ആണെങ്കിൽ ആരത് കൈകാര്യം ചെയ്യുക? അതിനവിടുത്തെ പൊതുപ്രവർത്തകരുണ്ടാവും, അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരുണ്ടാകും, ആ നാടിലെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടാവും, അതിനൊരു കമ്മിറ്റി ഉണ്ടാകും, അതിനൊരു പിരിവുണ്ടാകും, അതിനൊരു കണക്കുണ്ടാകും. അതൊക്കെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ്. ജനങ്ങൾക്ക് അതിൽ ഇടപെടാൻ കഴിയും, അത് അന്വേഷിക്കാൻ കഴിയും. ആ കമ്മിറ്റി ജനറൽ ബോഡി ഉണ്ടാവും, കണക്ക് അവതരിപ്പിക്കും. ഈ കെട്ടിടം നിർമ്മിച്ച് പൂർത്തിയാകുമ്പോൾ ഇത് നാട്ടിൽ നടക്കുന്നതല്ലേ? പോലീസ് സ്റ്റേഷന്റെ മുറ്റത്തേക്ക് ആരെങ്കിലും കയറി വരുമോ? കഴിഞ്ഞ 3-3.5 കൊല്ലത്തിന്റെ ഇടയ്ക്ക് എന്താണ് മലപ്പുറം ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളുടെ അവസ്ഥ? മാന്യന്മാർക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ഈ പറയുന്ന സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രങ്ങളാക്കി മാറ്റിയില്ലേ പോലീസ് സ്റ്റേഷനുകൾ? അപ്പൊ ആരും ഒന്നും അറിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് എന്നെ അറിയിച്ച ഇവിടുത്തെ പൊതുപ്രവർത്തകർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും സത്യത്തിൽ ഈ നാട് അഭിവാദ്യം അർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായ ഒരു പരാതി നൽകും. ഇന്നലെ നൽകിയ പരാതിയിൽ ബഹുമാനപ്പെട്ട DIG ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിർമ്മാണ കമ്പനിയാണോ ഇല്ലെങ്കിൽ മറ്റേ കരാറുകാരന്റെ ഡീറ്റെയിൽ ഒരു ASI ആണ് നിർമ്മാണ ചുമതലയൊക്കെ വഹിച്ചിരിക്കുന്നത്. അതെ, ഇതൊരു ഇങ്ങനെ പൊട്ടിമുളയ്ക്കാതെ കൂണൊക്കെ പൊട്ടിമുളക്കുമല്ലോ. പൊട്ടിമുളക്കുന്ന കൂടിന്റെ ചുവട്ടിൽ ഞാൻ ഇന്ന ദിവസം സ്വയം പൂജാദിനായി എഴുതി വെക്കുമോ എന്ന് പറഞ്ഞതുപോലെ അല്ലാതെ ഇതെന്താണ്? നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് വന്നത് പരിശോധിച്ചാണ്. ഇങ്ങനെ ഒരു കെട്ടിട നിർമ്മാണം ഉണ്ടാവുമോ? ആളുകൾ സഹകരിച്ചുകൊണ്ട് ഈ നാടാകെ ഗവൺമെന്റിനോടൊപ്പം നിന്നുകൊണ്ട് ആളുകൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ സഹകരിക്കുന്നുണ്ട്. അങ്ങനെയാണോ ഇത്? അങ്ങനെയാണെങ്കിൽ അത് വെളിവാക്കപ്പെടണ്ടേ? ഈ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ചിട്ട് ഇവിടുത്തെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ ജനപ്രതിനിധികളെ വിളിച്ചിട്ട് ഈ കണക്ക് അവതരിപ്പിച്ചോ, ബോധ്യപ്പെടുത്തിയോ, ഓഡിറ്റിന് വിധേയമാക്കിയോ?
ഒന്നുമില്ല. ഇതെന്റെ തറവാടാണ്. ഞാൻ ഉദ്ദേശിച്ചത് എന്തും ഇവിടെ നടത്തും. ഇങ്ങോട്ടാരും കയറി വരണ്ട എന്ന അജിത് കുമാറിന്റെയും ADGP അജിത് കുമാറിന്റെയും ഈ പറയുന്ന സുജിത്താസിന്റെയും ആ ധാർഷ്ട്യത്തിന്റെ തെളിവല്ലേ ഇത്? ഏത് നാട്ടിലാണ് നടക്കുക? തമിഴ്നാട്ടിൽ നടക്കുമോ? ആന്ധ്രയിൽ നടക്കുമോ? അപ്പോ ഒരു ക്രിമിനൽ സംഘം ആകെ വരിഞ്ഞു മുറുക്കുക, എങ്ങനെയും പണം ഉണ്ടാക്കുക. എന്നാലോ ഉണ്ടാക്കി കഴിഞ്ഞാലോ എന്താ പത്രത്തിൽ വാർത്ത? വലിയ സേവനം സുജിത്താസ് ഈ പോലീസുകാർക്ക് വേണ്ടി ചെയ്തു, വലിയ മേന്മ. ആ മേന്മ ഒരു ഭാഗത്ത് നടിക്കുകയും സാമൂഹ്യ പ്രതിബദ്ധത നടത്തുകയും, ഞാൻ ഇന്നലെയും മിനിയാന്നും പറഞ്ഞതുപോലെ ആര് പിടിച്ച് സ്വർണം കൊടുത്താലും ആ പിടിക്കുന്നതിന് 15% സെൻട്രൽ ഗവൺമെന്റ് കസ്റ്റംസിന്റെ റിവാർഡുണ്ട്. ആ റിവാർഡൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ കസ്റ്റംസിനെ ഏൽപ്പിക്കില്ല. പിടിക്കുന്ന സ്വർണം ഈ 15% ഈ വലിയ സേവനം ചെയ്യുന്ന പോലെ ഒഴിവാക്കി കൊണ്ടോട്ടിയിലെ സകല തട്ടാന്മാരെ എടുത്തും കൊടുത്ത് ഉരുക്കി 15% പകരം 40-50% അതിൽ നിന്ന് കവർന്നെടുക്കുന്ന ആ രീതിയുടെ മറ്റൊരു രൂപം. എന്തിനേറെ പറയുന്നത്, പോലീസിന്റെ ക്യാമ്പ് ഓഫീസിന്റെ മുറ്റത്ത് നിൽക്കുന്ന SP-യുടെ വസതിയുടെ ഉള്ളിൽ നിന്ന് മരം വരെ മുറിച്ച് കടത്തുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, എന്താണ് ഇതിന്റെ ടെൻഡൻസി? ഈ കോടികൾ മുഴുവൻ ഉണ്ടാക്കിയവര് ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കോടാനുകോടികളെ കണക്ക് ഞാൻ അവതരിപ്പിച്ച ഇപ്പൊ ഈ പറയുന്ന കോറികളിൽ നിന്നുള്ള മാസപ്പടി പിരിവ് ഒരു മാസത്തിൽ കോടാനുകോടി റുപ്യ ADGP-ക്കും ഈ പറയുന്ന അജിത് കുമാറിനും അതുമായി ബന്ധപ്പെട്ട പോലീസുകാർക്കും കിട്ടുമ്പോൾ ഒരു 10,000-20,000 രൂപയുടെ ഒരു മരക്കഷ്ണം അതുകൂടി മുറിച്ച് കടത്തണമെങ്കിൽ ആ ഉദ്യോഗസ്ഥന്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് എന്താ ചെയ്തോ വികാരം? അപ്പൊ അത് ടെൻഡൻസിയാണ്, രക്തത്തിൽ ചേർന്ന ടെൻഡൻസി, കളവിന്റെ. അതാണിത് പ്രതിഫലിക്കുന്നത്. എത്ര വലിയ പൈസക്കാരനായാലും അവന് കളവിന്റെ ടെൻഡൻസി മുമ്പുണ്ടായിരുന്നെങ്കിൽ ഒരു ഓഫീസിൽ ഒരു ടേബിളിൽ കയറിയാൽ ആ മേശപ്പുറത്ത് നല്ലൊരു പേന ഉണ്ടെങ്കിൽ അതെടുത്ത് പോക്കറ്റിലിടും. എത്ര കോടീശ്വരനായിട്ടും കാര്യമില്ല. കാരണം എന്താ? അവന്റെ ബ്ലഡിൽ അതുണ്ട്. അതാണ് SP ഓഫീസിലെ മരം മുറിച്ച് കടത്തിയതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രി സൂചിപ്പിച്ച പുഴുക്കുത്തുകള്, സാമൂഹ്യ വിരുദ്ധര്, അവരെ ശക്തമായി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഈ പോലീസ് സ്റ്റേഷൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതിയെക്കുറിച്ച് ഗവൺമെന്റ് അന്വേഷിച്ച് അതും ഈ അന്വേഷണ ഏജൻസിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തി തക്കതായ ശിക്ഷ മാതൃകാപരമായി നൽകണമെന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ സംഭവത്തിനടക്കം ADGP അജിത് കുമാർ ആരോപണം നേരിടുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ അവധിയിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ സസ്പെൻഷനല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഡിസ്മിസലും അതിൽ നിന്ന് പിന്നീട് ജയിലിലേക്കുള്ള യാത്രയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സസ്പെൻഷൻ എന്താ? അത് ഏത് നിമിഷവും ആർക്കും കിട്ടാവുന്ന ഒരു കാര്യമാണ്. അതിലേ ഇത് അവസാനിക്കുള്ളൂ. എന്ത് സംശയം? എന്താ നിങ്ങൾക്ക് ഇപ്പോഴും സംശയം? ഈ സർക്കാർ നടപടിയെടുക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ സുജിത്ദാസുമായി ബന്ധപ്പെട്ട് സസ്പെൻഷൻ ഉണ്ടായത്? ഞാൻ ഇന്ന് മാമി കേസുമായി ബന്ധപ്പെട്ട് അവിടെ പോയപ്പോൾ അവർ പ്രതീക്ഷയിലാണ്. അവിടെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ ഒരു പ്രത്യേക അന്വേഷണ സംഘമുണ്ടാക്കി IG-യുടെ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് IG-യുടെ നേതൃത്വത്തിൽ അന്വേഷണത്തിന്റെ പ്രഥമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ഓരോന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട IG ഇന്നലെ 9 മണിക്കൂറോളം എന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് അദ്ദേഹം സ്വന്തം അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ ഇരുന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് മുഴുവൻ എഴുതിയെടുത്തത്. ഇതൊന്നും കേരളത്തിന്റെ പോലീസ് ചരിത്രത്തിൽ ഉണ്ടാകാത്ത കാര്യങ്ങളാണ്. 1 മണിക്കൂറോ 10 മിനിറ്റോ അല്ല, 9ഓളം മണിക്കൂറുകൾ. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഗവൺമെന്റും മുഖ്യമന്ത്രിയും ഈ വിഷയത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ കടന്നു വരിക തന്നെ ചെയ്യും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചിരിക്കും. കുടിക്കുക മാത്രമല്ല, അവനത് ഛർദ്ദിക്കും ചെയ്യും. യാതൊരു തർക്കവും നിങ്ങൾ കരുതണ്ട. അല്ല, ഇപ്പൊ ഒരു വിജിലൻസ് ഇപ്പൊ വേണ്ട. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ ഇത് പരിശോധിക്കട്ടെ. അതിന് ശേഷിയുള്ളവരാണല്ലോ ഇപ്പൊ പരിശോധിക്കുന്നത്. അത് അതിന്റെ പ്രോസസ്സിലാണ്. കിട്ടിയ വിവരം അറിയിക്കുക. അല്ല, ഗണ്ണില്ലാതെ ഈ ഗണ്ണുകളായിട്ട് മുട്ടാൻ പറ്റില്ലല്ലോ, അറിയാലോ. ഒരുപാട് ആരോപണങ്ങൾ വന്നപ്പോഴേ പിന്തുണ കൂടി വരുന്നുണ്ടല്ലോ. അപ്പൊ ഇനി ഗണ്ണ് ആവശ്യം വരും? അല്ല, പിന്തുണയുടെ വിഷയമല്ല. ഞാൻ ഗണ്ണ് വാങ്ങുന്നതിന്റെ കാര്യം ചോദിച്ചു. പേടിച്ചിട്ടാണ് നിങ്ങളെ കൂട്ടത്തിൽ ആരും ചോദിച്ചു? പേടിയുണ്ടെങ്കിൽ പണിക്കിറങ്ങൂലല്ലോ. നമ്മളെ ഞെക്കാൻ വരുന്നവന്റെ അടുത്ത്
ഒരുത്തനെങ്കിലും തിരിച്ചു കൊടുക്കാമല്ലോ, അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. പേടിക്കുകയാണെങ്കിൽ വീട്ടിലിരുന്നാ പറയും ഈ പണിയൊക്കെ എടുക്കണോ? SP സുജിത് ദാസിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ആവർത്തിക്കുകയാണ് PV അൻവർ MLA. നേരത്തെ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ഇനി താൻ ഈ വിഷയത്തിൽ രാഷ്ട്രീയം പറയാനില്ല എന്ന്. പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിലെ അഴിമതിക്കെതിരെ വലിയ വിമർശനം തന്നെ ആവർത്തിക്കുകയാണ് PV അൻവർ. പ്രത്യേകിച്ച് ഈ ഉദ്യോഗസ്ഥർക്ക് മോഷണം എന്നത് ടെൻഡൻസിയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വർണം പിടികൂടി അതിൻ്റെ വിഹിതം കേന്ദ്രത്തിൽ നിന്ന് നിശ്ചിത ശതമാനം തുക ഇത്തരത്തിൽ മികച്ച സേവനം നടത്തുമ്പോൾ ലഭിക്കുമെങ്കിൽ അങ്ങനെയല്ല, മറിച്ച് കടത്തുന്ന സ്വർണം പൂർണ്ണമായും കൈപ്പിടിയിലൊതുക്കി അത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്ത് ഉരുപ്പിടിയാക്കി മാറ്റുന്ന സമീപനമാണ് ഈ പോലീസുകാർ സ്വീകരിച്ചിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ ഇവർ അനധികൃതമായി സമ്പാദിച്ചത്. അതിനുശേഷം പോലീസുകാർക്ക് വേണ്ടി കെട്ടിടങ്ങൾ പണിയുന്നു എന്ന തരത്തിലുള്ള വലിയ ആദർശധീരതയാണ് ഇവർ മാധ്യമങ്ങളിലൂടെ അടക്കം നേടിയെടുക്കുന്നത് എന്ന ആരോപണം PV അൻവർ ആവർത്തിച്ചിരിക്കുകയാണ്. ഇടവേള. കൊച്ചിയിൽ സ്വകാര്യ ബസ്സിൽ അധ്യാപകന്റെ ലൈംഗികാതിക്രമം. അമ്പലമേട് സ്വദേശി കമൽ സൗത്ത് പോലീസിന്റെ പിടിയിലായി. ഫോർട്ട് കൊച്ചി ആലുവ ബസ്സിൽ 19-കാരിക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. നവമി ദിനേശാണ് ചേരുന്നത്. നവമി, ഇപ്പോൾ ഈ പ്രതി അല്ലെങ്കിൽ ഈ അധ്യാപകൻ എവിടെയാണുള്ളത്, എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഫോർട്ട് കൊച്ചിയിൽ നിന്നും ആലുവയിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സിലായിരുന്നു 19-കാരിക്ക് നേരെ ഇത്തരത്തിലൊരു ലൈംഗിക അതിക്രമം നടന്നത്. ഈ പെൺകുട്ടി ഉടൻ തന്നെ ബഹളം വെച്ചു. ഈ ബഹളം വെച്ചതിനെ തുടർന്നാണ് യാത്രക്കാരും ബസ് ജീവനക്കാരും ചേർന്ന് പ്രതിയെ പിടികൂടിയത്. കടയിരിപ്പ് ഹൈസ്കൂളിലെ അധ്യാപകൻ കൂടിയാണ് ഈ പിടിയിലായ പ്രതി കമൽ. ഉടൻ തന്നെ എറണാകുളം സൗത്ത് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. അതായത് സർക്കാർ സ്കൂളിലെ അധ്യാപകൻ എന്നാണല്ലേ നമുക്ക് പ്രാഥമികമായി മനസ്സിലാകുന്നത്? അങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കടയിരിപ്പ് ഹൈസ്കൂളിലെ അധ്യാപകനാണെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഉടൻ ലഭ്യമാകും. എന്തായാലും പോലീസ് പ്രതിനെ, ഈ കമലിനെ ജീവനക്കാരും യാത്രക്കാരും കൂടി പിടികൂടിയതിനു ശേഷം ഉടൻ തന്നെ പോലീസിന് കൈമാറുകയായിരുന്നു. പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ. കൂടുതൽ വിവരങ്ങൾ, പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഉടൻ തന്നെ ലഭിക്കും. അതായത് ഈ പെൺകുട്ടി ബസ്സിൽ ബഹളമുണ്ടാക്കുന്നു, ഇക്കാര്യം ഉടനെ ബസ്സിലുണ്ടായിരുന്ന ജീവനക്കാരടക്കം ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെ അവർ പിടികൂടി തടഞ്ഞു വെക്കുകയുമായിരുന്നു അല്ലേ? അതെ അഭിലാഷ്, അങ്ങനെ തന്നെയാണ്. അതായത് ഫോർട്ട് കൊച്ചിയിൽ നിന്നും ആലുവയിലേക്ക് വരുന്ന സ്വകാര്യ ബസ്സായിരുന്നു. ഈ ബസ്സിലായിരുന്നു ഈ 19 വയസ്സുകാരി ഉണ്ടായിരുന്നത്. ഈ പെൺകുട്ടിയോടാണ് ഇയാൾ വളരെ മോശകരമായിട്ടുള്ള രീതിയിൽ പെരുമാറിയത്. ഇതിനെ തുടർന്ന് പെൺകുട്ടി ബസ്സിൽ ഒച്ച വെക്കുന്നുണ്ടായിരുന്നു, ബഹളം വെക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടാണ് അടുത്തിരുന്ന യാത്രക്കാരും സ്വകാര്യ ബസ് ജീവനക്കാരും ഒക്കെ കുട്ടിയുടെ അടുത്തെത്തി കാര്യം അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിൽ തന്നെ ലൈംഗിക അതിക്രമത്തിന് ഇയാൾ ശ്രമിച്ചു എന്ന് കുട്ടി ഈ യാത്രക്കാരോടും ഒപ്പം ജീവനക്കാരോടും പറഞ്ഞത്. ഉടൻ തന്നെ ഇയാളെ പിടികൂടി അടുത്തുള്ള പോലീസ്, അതായത് നോർത്ത് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലായിരുന്നു ഈ സംഭവം നടന്നത്. ഉടൻ തന്നെ പോലീസിന് കൈമാറുകയായിരുന്നു. പ്രതിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഭിക്കുന്ന വിവരം. ശരി, കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമങ്ങളിൽ പരാതി നൽകാൻ തമിഴ്നാട്ടിലും കമ്മിറ്റി. നടി രോഹിണിയാണ് കമ്മിറ്റിയുടെ അധ്യക്ഷ. 2019 മുതലുള്ള കമ്മിറ്റി കൂടുതൽ ഊർജിതമായി പ്രവർത്തിപ്പിക്കാനാണ് തീരുമാനം. പരാതികളുമായി സ്ത്രീകൾ മുന്നോട്ട് വരണമെന്ന് നടി രോഹിണി പറഞ്ഞു. ചാനലുകൾക്ക് മുന്നിൽ പരാതികൾ പറയരുത്, പരിഹരിക്കാൻ അധികാരം ഉള്ളിടത്ത് പരാതി പറയണമെന്നുമാണ് രോഹിണിയുടെ പ്രതികരണം. പ്രിവെൻഷൻ ഓഫ് ദീസ് സെക്ഷുവൽ അട്രോസിറ്റീസ് அப்படின்றதுதான். அந்த பிரிவென்டிவான நடவடிக்கைகள் நாம என்ன எடுக்கலாம் அப்படின்னு கூடி ஆலோசிச்சது நாங்க மட்டும் கிடையாது. வழக்கறிஞர்கள் சுதா ராமலிங்கம், அதன் பிறகு இன்னொரு 2-3 பேரை நாங்க வந்து கேட்டுக்கிட்டு இருக்கோம். அப்புறம் கவுன்சிலர்ஸ், அதுக்கப்புறம் NGO சார்ந்தவங்க, அதாவது ஜெண்டர் இஷ்யூஸ் ஹேண்டில் பண்ணிட்டு இருக்காங்க இல்லையா, NGOs சார்ந்தவங்க, இவங்க எல்லாரும் சேர்ந்துதான் இந்த கமிட்டியில இருக்கும்.
அப்போ எங்களுக்கு ஒரு புகார் கொடுக்கறதுக்கு ஒரு நம்பரையும் அனுப்ப போறோம். அதே மாதிரி இமெயில் ஐடியும் உருவாக்கி இருக்கோம். இது இந்த நம்ம சங்கத்துல இருக்கிற உறுப்பினர்களுக்கு எல்லாருக்குமே அனுப்பப்படும். பெண்களுக்கு எதிரான இந்த மாதிரியான மீறல்களோ இந்த மாதிரியான குற்றச்சாட்டுகளோ எந்த துறையிலேயே வந்தாலும் பெருசுபடுத்துறதை விட சினிமா துறையில இருக்கிற பெண்கள் மேல வந்திருக்கிற புகார்களையோ இல்ல அவங்களுக்கு நடந்திருக்கிறதோ இல்லையோ அப்படின்னு தெரியறதுக்கு முன்னாடியே அதை மிகப்பெரிய ஒரு பூதாகாரம் ஆக்குறதோ. ஏன்னா சென்சேஷனலிசம் அப்படின்றது சினிமா நடிகர்களுடைய பெயர்கள் வந்தால் மட்டும்தான் அதிகமா ஆகுது அப்படின்றதுனால மிகப்பெரிய அருவருக்கத்தக்க விதத்துல எங்க பெண்களை பத்தி நடிகைகளை பத்தி உட்கார்ந்து பேசிக்கிட்டு இருக்கிறதும் இதை எங்களுக்கு எவ்வளவு புண்படும் அப்படின்றது உங்களுக்கு தெரியல. இதை எத்தனையோ வருஷங்களுக்கு முன்னாடி நடந்தது அப்படின்னு பேசுறத திரும்ப 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 எல்லா நிகழ்ச்சிகள்லயும் எல்லா ஊடகங்களையுமே போடுறதுக்கான காரணம் என்ன? ஏன்னா எங்க சினிமாக்காரங்களை பத்தி பேசினா மட்டும்தான் அதிகமாக உங்களுக்கு பார்வையாளர்கள் இருக்காங்க அப்படின்றது நீங்களும் ஒத்துக்கிட்டு தான் ஆகணும். இப்போ நான் என்ன சொல்றேன் இப்ப உங்ககிட்ட எந்த ஊடகத்துக்கு முன்னாடி பேசிக்கிட்டு இருக்கிறவங்க கூட அவங்க அந்த காலத்துல புகார் அளிச்சாங்களா அப்படின்னு நம்ம கேட்கணும். இப்போ நாம என்ன சொல்றோம்னா இப்போ நம்ம கிட்ட இந்த ரூல்ஸ் ரொம்ப ஸ்ட்ரிஞ்சன்ட் ரூல்ஸ் இருக்கு அப்படின்னு ஒரு தைரியம் கொடுக்க வேண்டிய இடத்துக்கு கொடுத்திருக்கிற இடத்துக்கு நடிகர் சங்கம் மட்டும்தாங்க போயிருக்கு. சென்சேஷனலிசம் அப்படின்றது சினிமா நடிகர்களுடைய பெயர்கள் வந்தால் மட்டும்தான் அதிகமா ஆகுது அப்படின்றதுனால மிகப்பெரிய அருவருக்கத்தக்க விதத்துல எங்க பெண்களை பத்தி நடிகைகளை பத்தி உட்கார்ந்து பேசிக்கிட்டு இருக்கிறதும் இதை எங்களுக்கு எவ்வளவு புண்படும் அப்படின்றது உங்களுக்கு தெரியல. 5 വർഷം മുൻപ് രൂപീകരിക്കപ്പെട്ട ഒരു കമ്മിറ്റിയാണ്. തമിഴ് സിനിമയിൽ ഇതിനു മുൻപ് നിരവധി പരാതികൾ ആക്ഷേപങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പല നടിമാരും മാധ്യമങ്ങളെ കണ്ട് ചില വെളിപ്പെടുത്തൽ നടത്തിയ പല വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളത് കേട്ടതാണ്. ആ സമയത്താണ് നടികർ സംഘം ഇടപെട്ട് നടി രോഹിണി അധ്യക്ഷയായി ഒരു സമിതിയെ അവിടെ രൂപീകരിച്ചത്. പക്ഷേ അതിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതും ഈ രോഹിണി മാത്രമായിരുന്നു കമ്മിറ്റിയുടെ ഭാഗമായി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പല ആളുകളും രോഹിണിയോട് നേരിട്ട് നിന്ന് പരാതി പറയാനൊക്കെ അന്ന് അതിനുശേഷം ഇങ്ങോട്ട് മടിച്ച പശ്ചാത്തലത്തിൽ ഈ കമ്മിറ്റിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി പോയിരുന്നില്ല. ഇപ്പോൾ ഈ പുതിയ ഹേമ കമ്മിറ്റിയുടെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ അതിൻ്റെ ഭാഗമായി മലയാളത്തിലുണ്ടായ വലിയ വിപ്ലവത്തിൻ്റെയൊക്കെ സാഹചര്യത്തിലാണ് ഈ കമ്മിറ്റി ഒന്ന് പുനരുജ്ജീവിപ്പിക്കാനും കൂടുതൽ കാര്യക്ഷമമാക്കാനുമുള്ള തീരുമാനം ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കൂടുതൽ NGO സംഘടനകളെയൊക്കെ ഉൾപ്പെടുത്തി അവരുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഈ നടിമാർക്ക് കൗൺസിലിംഗ് നൽകുക എന്ന രീതിയിൽ കൗൺസിലേഴ്സിനെ അടക്കം ഉൾപ്പെടുത്തി കൂടുതൽ കാര്യക്ഷമമായി ഈ കമ്മിറ്റി വിപുലീകരിക്കാനുള്ള തീരുമാനം ഉണ്ടായത് എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് നടി രോഹിണി മാധ്യമങ്ങളെ കണ്ടിരുന്നു. പരാതികളുള്ളവർ നേരിട്ട് ഈ കമ്മിറ്റിയെ അറിയിക്കണം എന്നും നിങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നും പറഞ്ഞു വെക്കുകയായിരുന്നു രോഹിണി. മാധ്യമങ്ങൾക്ക് മുന്നിലല്ല പരാതി പറയേണ്ടത്, മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും മുന്നിൽ പരാതി പറഞ്ഞാൽ നിങ്ങൾക്കതിന് പരിഹാരം ഉണ്ടാകില്ല എന്ന് രോഹിണി പറഞ്ഞു. ഈ കമ്മിറ്റിക്ക് മുന്നിൽ വന്നാൽ ഇതൊരു നിയമപരമായി എന്തെങ്കിലും അധികാരമുള്ള കമ്മിറ്റിയല്ല, പക്ഷേ അവർ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യം ഈ പരാതിയിൽപ്പെട്ട ആളുടെ മൊഴി എടുക്കും, അയാളെ കണ്ട് സംസാരിക്കും ഈ കമ്മിറ്റി. അതിനുശേഷം അതിൽ വാസ്തവമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ഈ പറഞ്ഞ ആളെ ഒരുപക്ഷെ 5 വർഷത്തേക്ക് വിലക്കാനുള്ള തീരുമാനം, സിനിമാ മേഖലയിൽ നിന്ന് 5 വർഷത്തേക്ക് വിലക്കാനുള്ള തീരുമാനം എടുക്കാനുള്ള ഒരു അധികാരം അത് ഈ നടികർ സംഘം ഈ കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട്. അത് സംഘടനയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ വന്നാൽ ഈ പരാതികൾ ഒരു പരിധിവരെ കുറയുമെന്നും ഇത്തരം സംഭവ വികാസങ്ങൾ വലിയ തോതിൽ ഇല്ലാതാകും എന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം അതീവ ഗൗരവതരമാണ് പരാതിയെങ്കിൽ അത് പോലീസിന് കൈമാറുന്ന കാര്യത്തിലും ഈ രോഹിണി കമ്മിറ്റി അതിൽ നിലപാടെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അങ്ങനെ മലയാളത്തിൽ ഉണ്ടായ വലിയ ഒരു വിപ്ലവം ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അതിനുശേഷം നമുക്കറിയാം ഒരുപാട് പരാതികൾ വരുന്നു, പോലീസ് അന്വേഷണങ്ങൾ വരുന്നു, കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. സമാനമായി തന്നെ നേരത്തെ തെലുങ്ക് സിനിമയിലും കന്നഡയിലും മറ്റും ഇത്തരം ചില ആലോചനകൾ നടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. തമിഴ്നാട്ടിൽ അതിനകം തന്നെ നിലവിലുണ്ടായിരുന്ന ഒരു കമ്മിറ്റിയെ കൂടുതൽ സജീവമാക്കുകയും അതിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കുകയുമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇത് സിനിമാ രംഗത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കും, സ്ത്രീകളുടെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വ്യത്യാസം ഉണ്ടാകുമെന്നാണ് ഈ കമ്മിറ്റിയുടെ അധ്യക്ഷയായ രോഹിണി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഗുരുതര വെളിപ്പെടുത്തലുമായി സംവിധായിക സൗമ്യ സദാനന്ദൻ. നടിക്ക് പണം വാഗ്ദാനം ചെയ്ത് സെക്സ് ആവശ്യപ്പെട്ടത് എതിർത്തതിന് തന്നെ സിനിമയിൽ നിന്ന് വിലക്കി.
ലൈംഗിക ബന്ധത്തിന് തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ടത് ഒരു പവർ പേഴ്സൺ എന്നും സൗമ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. സിനിമയിലെ നല്ല ആൺകുട്ടികൾക്ക് പോലും മറ്റൊരു മുഖമുണ്ട്. തന്റെ ആദ്യ സിനിമ പ്രധാന നടനും സഹനിർമ്മാതാവും അനുവാദമില്ലാതെ എഡിറ്റ് ചെയ്തുവെന്നും ആദ്യ സിനിമയ്ക്ക് ശേഷം മറ്റു പ്രൊജക്ടുകളുമായി നിർമ്മാതാക്കൾ സഹകരിച്ചില്ല എന്നും സൗമ്യ പറഞ്ഞു. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ഇതെല്ലാം പറഞ്ഞിരുന്നുവെന്നും സൗമ്യ വെളിപ്പെടുത്തി. തനിക്ക് നഗ്ന ഫോട്ടോ അയച്ച പ്രമുഖ നടനുണ്ട് എന്ന് രഞ്ജിനി ഹരിദാസ് ചുട്ട മറുപടി കൊടുത്ത് അയാളുടെ നീക്കം അവസാനിപ്പിക്കുകയായിരുന്നു. തെളിവായി ഫോട്ടോ കയ്യിലില്ലാത്തതുകൊണ്ടാണ് പേര് വെളിപ്പെടുത്താത്തതെന്നും രഞ്ജിനി പറഞ്ഞു. സിനിമയിൽ പ്രായപൂർത്തിയാകാത്ത കൊച്ചു പെൺകുട്ടികൾ പോലും ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നതിന് സാക്ഷിയാണ് എന്നും രഞ്ജിനി ന്യൂസ് 18 Q18 പ്രതികരിച്ചു. എനിക്ക് ഫോട്ടോ അയച്ച ഒരു നടനുണ്ട്, ഷർട്ടില്ലാത്തൊരു ഫോട്ടോ അയച്ചൊരു നടനുണ്ട്. പക്ഷെ എനിക്ക് ആ ഫോട്ടോ കാണിച്ചാൽ ഇപ്പോൾ ഫോട്ടോ ഇല്ല. അപ്പൊ ഞാൻ എങ്ങനെ പറയും എന്തിനാ എനിക്ക് ഷർട്ടില്ലാതെ ഫോട്ടോ വയ്ക്കുന്നത്? അതിന്റെ ഉദ്ദേശം എന്താ? എന്നിട്ട് എൻ്റെ അടുത്ത് പറയും സെൻഡ് പിക്ചേഴ്സ്. ഇത് എനിക്ക് പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനൊരു സിറ്റുവേഷനിൽ രഞ്ജിനിക്ക് ആ പേര് പറഞ്ഞൂടെ? ഇല്ല, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ബിക്കോസ് എൻ്റെ പ്രൂഫ് ഇല്ല. ഐ ഡോണ്ട് ഹാവ് പ്രൂഫ് ടു ടോക്ക്. ബട്ട് നാളെ നിങ്ങൾ അത് പറയും. ഐ ഡോണ്ട് ഹാവ് പ്രൂഫ്. എനിക്ക് പ്രൂഫ് ഉണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചാലേ. പക്ഷെ അത് ഇങ്ങനെ ഫോട്ടോ വയ്ക്കുമ്പോൾ ഐ ലൈക്ക് ഡൂഡ് റോങ് വിൻഡോ ഡൂഡ്, മുട്ടിയ വാതിൽ മാറിപ്പോയി എന്ന് പറയുമ്പോൾ അവിടെ ഷട്ടാണ് ആ സാധനം. ബിക്കോസ് ഇത് നമ്മൾ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രം വരുന്നതല്ല. ഹരിദാസിന്റെ വെളിപ്പെടുത്തലുകൾ സംബന്ധിച്ച പൂർണ്ണമായ അഭിമുഖം ഇന്ന് രാത്രി 9 മണിക്ക് Q18 കാണാം. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം ഗ്രാമിന് 6680, പവന് 53440. 18 ക്യാരറ്റ് ഗ്രാമിന് 5540, പവൻ 44320. വെള്ളി ഗ്രാം 88, കിലോ 88,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈവ് at 6 പൂർണ്ണമാകുന്നു. നമസ്കാരം.